ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോൾട്ടർ നെക്ക് ബേബി ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. 2 പീസ് ക്ലോത്ത് ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഇവിടെ എടുക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ഒരു 14 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ സാധാരണ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാൾ ഒരു 1.5 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുക്കണം. സാധാരണ ഞാൻ 2.5 എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ 2.5 ഇഞ്ചാണ്. ഇനി അതുപോലെ ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോള് 5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത്. ആ 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ഒരു 6.5, അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 3 അളവുകളും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ സാധാരണ വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് വെളിയിലേക്കാക്കിയാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ആ ബോക്സിൻ്റെ ഉള്ളിലല്ലാതെ ആ ബോക്സിന് പുറത്തേക്ക് ആക്കി ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യണ്ട, ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ബാക്ക് പീസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ആം ഹോള് കണ്ടില്ല, ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് അത്രയും ഭാഗം നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹുക്കും ഐയും പിടിപ്പിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഹോൾട്ടർ നെക്ക് ടോപ്പ്, അതായത് ബാക്കിൽ കെട്ട് വരുന്നതില്ലേ, കഴുത്തേലേക്ക് കെട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടോപ്പാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 പീസായിട്ട് അത് വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാത്തിനും ലൈനിങ്ങും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹുക്ക് പിടിപ്പിക്കാനായിട്ട്, ഐ പിടിപ്പിക്കാനായിട്ട് 2 പീസ്, അത്രയും നീളമുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയുള്ള 2 പീസും ഞാൻ ആ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കഴുത്തേലേക്ക് കെട്ടണ വള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വള്ളിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 21 ഇഞ്ച് നീളമുണ്ട് അതിന്. അതുപോലെ തന്നെ ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളത് അടിക്കുമ്പോൾ കറക്റ്റ് ആ 1 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിൽ അടിച്ചെടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്, ഫ്രണ്ട് നെക്കല്ല, ഫ്രണ്ട് പീസാണ്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്. ആദ്യം നമ്മളതൊരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പ്. അതിന് ശേഷം നമ്മുടെ ആ ഒരു വള്ളി പിടിപ്പിക്കാനായിട്ട് ഒരു 1 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിലേക്കാണ് നമ്മൾ വള്ളി പിടിപ്പിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്ത 4 ഇഞ്ചില്ലേ, അതിൽ നിന്ന് നേരെ ആം ഹോളിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ അറ്റത്താണ് നമ്മൾ വള്ളി പിടിപ്പിക്കുന്നത്. അപ്പോൾ നെക്കിനോട് ചേർന്നാണ് നമ്മളിങ്ങനെ വള്ളി പിടിപ്പിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലൈനിങ് ഞാനിവിടെ എടുത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ വള്ളി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ 1 ഇഞ്ച് വീതിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കറക്റ്റ് 1 ഇഞ്ച് വീതിയുള്ളൂ. അപ്പോൾ 4 ഇഞ്ച് വെച്ച് അടിച്ചതിന് ശേഷം തിരിച്ചിട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വീതിയുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. തീരെ കുറഞ്ഞത് തിന്നായിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഞാനിവിടെ നല്ല വശത്ത്, മെയിൻ പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഈ ലൈനിങ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു
വള്ളി ഉണ്ടല്ലോ, നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ആ ഒരു വള്ളി അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, ആ ഒരു കറക്റ്റ് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ലൈനിങ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും താഴെ ആ ഒരു പീസ് വള്ളി ഉണ്ടോയെന്ന്. അപ്പോൾ കൃത്യമായിട്ട് വെട്ടി വെച്ചേക്കണോണ്ട് അരികെ ചേർന്ന് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡർ എത്തുമ്പോഴും സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ ഒരു വള്ളി വച്ച് കൊടുക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് ഒന്നും കാണാതെ കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ കുഞ്ഞുങ്ങളുടെ കെട്ടുടുപ്പൊക്കെ തയ്ക്കില്ലേ, അതുപോലെ തന്നെയാണിതും. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് കട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിച്ചാൽ നന്നായിരിക്കും. ഫുള്ളായിട്ട് നമ്മളതൊന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ലൈനിങ്ങിനോട് മെയിൻ പീസും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസ്. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസും ഞാനിത് ലൈനിങ് എടുത്തിട്ട് അടിച്ച് മറിച്ചൊന്നും ഇടുന്നില്ല. ലൈനിങ്ങിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്കവണ്ണം വെച്ചിട്ട് ലൈനിങ് അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് 4 വശവും. അതിന് ശേഷം ഒരു പീസ് എടുക്കുക. 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്തില്ലേ, 2ആയിട്ട് കട്ട് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ വയ്ക്കുക. അതായത് നല്ല സൈഡിൽ വയ്ക്കുക. നല്ല സൈഡിൽ വെച്ചിട്ട് 1/4 ഇഞ്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പതിച്ചടിക്കുക. നമ്മളിപ്പോൾ തയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് അടിച്ച് ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഡബിൾ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇതേ രീതിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പ്രാവശ്യം മടക്കി ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിലുള്ള പീസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി റൈറ്റ് സൈഡിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഇതാണ് ലൈനിങ്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എക്സ്ട്രാ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ആ ഒരു പീസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒന്ന് മടക്കി വയ്ക്കുക. അതായത് 1 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ വെച്ച് പതിച്ചടിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലെ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ആ റൈറ്റ് സൈഡിലെ പീസിൻ്റെ മുകളിലേക്ക് ലെഫ്റ്റ് സൈഡിലെ പീസ് കയറി ഇരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഒരുമിച്ചൊന്ന് വെച്ച് നോക്കുകയാണ് കറക്റ്റാണോ എന്ന്. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇനി മുകളിലുള്ള ഭാഗമില്ലേ, മുകളിലുള്ള ഭാഗം ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. നമ്മൾ അവിടെയൊന്നും വള്ളിയൊന്നും കൊടുക്കുന്നില്ല. ഇനി നല്ല പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിലെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലെ പീസും എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. സൈഡ് നമ്മൾ 14 ഇഞ്ചിലായിരുന്നല്ലോ മാർക്ക് ചെയ്തിരുന്നത്. ആ 14 ഇഞ്ച് വെച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എക്സ്ട്രാ ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ലെവലാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 14 ഇഞ്ച് ധാരാളം മതിയായിരിക്കും. അപ്പോൾ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരയെക്കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കറക്റ്റായിട്ട് ഷോൾഡർ വെക്കുക കേട്ടോ. ഷോൾഡറാണ് കൃത്യമായിട്ട് വെക്കേണ്ടത്. അതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ താഴെ കുറച്ച് കൂടുതലുണ്ട്, അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തു. അതിന് ശേഷം അത് താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മടക്കി അടിക്കുക. ഇതധികം നീളമുള്ള ടോപ്പൊന്നുമല്ല കേട്ടോ, ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു രീതിയിലുള്ള ടോപ്പാണ്.
നിങ്ങൾക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളം ഒരു 15 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹുക്കും ഐയും വരും ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ ആ ടൈ കഴുത്തേലേക്ക് കെട്ടുന്ന രീതിയിലാണ് വരുന്നത്. പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇടാൻ വളരെ നല്ലൊരു ടോപ്പാണിത്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തതിന് ശേഷം കമൻസ് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.